ഗേൾസ് ഇവിടെ നമ്മൾ നല്ല വെറൈറ്റി ബ്രാസ് മേടിക്കും, ഓരോ ഡ്രസ്സിന് നല്ല കിടു ബ്രാസ്. പക്ഷെ എന്തിട്ടാലും ഒരു മെന ഉണ്ടാവില്ല, ഒരു ഷേപ്പില്ലായ്മ അല്ലേ. ഒരു ന്യൂ ബ്രാ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഹൂക്ക് എപ്പോഴും എൻഡിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഒരുപാട് ലാസ്റ്റ് ചെയ്യും. അതെല്ലാം നമ്മൾ ആദ്യത്തിലെ ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അതിന്റെ ഇലാസ്റ്റിക് സ്ട്രെച്ച് ആവും, അതിന്റെ ആ ഹൂക്കിന്റെ ഭാഗമൊക്കെ പെട്ടെന്ന് ലൂസിനാവും. ഒരു ബ്രാ 2 ദിവസത്തിൽ കൂടുതൽ യൂസ് ചെയ്യരുത്. 2ാമത്തെ ദിവസം വേറെ ബ്രാ ഇടണം. ഇത് ഹൈജീന്റെ ഭാഗം മാത്രമല്ല, ഹൈജീൻ എന്തായാലും ഉണ്ട്, അല്ലെങ്കിൽ വയർപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്ടീരിയസ് കൂടുതൽ അതൊക്കെ വേറെ. പക്ഷെ ഇത് പറയാൻ കാരണം ഇലാസ്റ്റിക്കിനും റെസ്റ്റ് ആവശ്യമുണ്ട്. നമ്മൾ എന്നും ഒരു ബ്രാ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇലാസ്റ്റിക് വലിയും, അത് ലൂസാവും, കാര്യങ്ങളാവും. അതെല്ലാം നമ്മൾ ഒരു 2 ദിവസമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ബൗൺസ് ബാക്ക് ചെയ്ത് അതിന്റെ ഇലാസ്റ്റിക് പഴയ രൂപത്തിലാവാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് 2 ദിവസത്തിന് കൂടുതൽ ഒരു ബ്രാ യൂസ് ചെയ്യരുത്. ഒരു ബ്രാ എല്ലാ ഔട്ട്ഫിറ്റിനും ഒരേപോലെ ചേരില്ല. പല ഔട്ട്ഫിറ്റ്സിന് പല ബ്രാസ് പല ടൈപ്പ് ആയിരിക്കും നമുക്ക് ചേരുന്നുണ്ടായിരിക്കാം. സ്പോർട്സ് ബ്രാ, അതേപോലെ ടീഷർട്ട് ബ്രാ, അങ്ങനെ പല ബ്രാ ഉണ്ട്. അപ്പൊ നമ്മളുടെ ഡ്രസ്സിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ ബ്രാ സെലക്ട് ചെയ്യാൻ. ബ്രാ നന്നായി കഴുകണം, പക്ഷെ അത് ഓവർ വാഷ് ചെയ്യരുത്. ഓവർ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറയാം, അതിന്റെ ഫാബ്രിക് നശിക്കും, അതിന്റെ പാഡ് നശിക്കും, മൊത്തത്തിലുള്ള സ്ട്രക്ചർ തന്നെ ഇല്ലാതായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നന്നായി അങ്ങോട്ട് അലക്കി വന്നു കഴിഞ്ഞാൽ 2 പാഡ് 2 രീതിക്കൊക്കെ ആയിരിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റ് സൈസ് കണ്ടെത്താന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്ട്രാപ്പ് ഇങ്ങനെ ഊരിപ്പോരും, അവിടെ നമ്മളെ ബ്രസ്റ്റ് ഒക്കെ ഇവിടെ ആവും നാന്ന് കിടക്കുന്നുണ്ടായിരിക്കാം. അതിന് നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവൾ മെഷർമെന്റ് എടുത്തിട്ടാണെങ്കിൽ പോലും റൈറ്റ് സൈസിലുള്ള കണ്ടെത്താം. ഏറ്റവും ഒരു ബെസ്റ്റ് ഐഡിയ 2 ഫിംഗർ വെച്ചിട്ട് നോക്കി നോക്കാം ഇവിടെ സ്ട്രാപ്പിന്റെ ഇവിടെ. അപ്പോൾ അത് കുറച്ച് നല്ല ടൈറ്റ് ആണ്, ബ്രീത്തബിൾ ആണെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ റൈറ്റ് സൈസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഇത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗേൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു.